ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കഴിഞ്ഞൊരു 2 മാസമായിട്ട് ആദ്യം സിട്രോൻ്റെ C3X ഇറങ്ങി, അത് കഴിഞ്ഞ് തന്നെ ബസാൾട്ട് എക്സ് ഇറങ്ങി, അതിന് ലാസ്റ്റ് ഇറങ്ങാനുള്ള വണ്ടിയായിരുന്നു എയർക്രോസ് എക്സ് ഓർ C3 എയർക്രോസ് എക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പേര് വെറും എയർക്രോസ് എന്നാണ്, C3 എയർക്രോസ് എന്നില്ല, അത് നിങ്ങൾ അറിഞ്ഞാണായിരിക്കും. ഏതായാലും എക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞ മാസം സെപ്റ്റംബർ 16 തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ വണ്ടി ലോഞ്ച് ആയിട്ടുണ്ട്, ഇതിൻ്റെ പ്രൈസും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പറയത്തക്ക വലിയ വ്യത്യാസങ്ങളൊന്നും എക്സ്റ്റീരിയറിൽ ഈ വാഹനത്തിൽ വരുത്തിയിട്ടില്ല. അതിപ്പം ഇവരുടെ 3 വണ്ടികൾ അപ്ഡേറ്റ് ചെയ്തെടുത്ത് നോക്കിയാലും എക്സ്റ്റീരിയറിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചും ഇല്ലായിരുന്നു. പക്ഷേ എക്സ്റ്റീരിയറിൽ എത്രമാത്രം ചേഞ്ച് ഇല്ല, അതിന് നേരെ വിപരീതമായിട്ടാണ് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ചേഞ്ച് ഓർ മാക്സിമം ചേഞ്ച് ഇൻറ്റീരിയറിലാണ്. ഇപ്പോൾ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഡിസൈനിലൊന്നും ഒരു വ്യത്യാസമില്ല. ഈ കളർ പുതിയതാണ്, ഈ പച്ച കളറാണെന്ന്, അത് നേരത്തെ ഇല്ലായിരുന്നു, അത് മാത്രമേ ഒരു ചേഞ്ച് ഉള്ളൂ. സൈഡ് ഡിസൈൻ ആണെങ്കിലും അലോയ്സിൻ്റെ സൈസ് എല്ലാ കാര്യങ്ങളും എക്സാക്ട്ലി സെയിം ആണ്. 17 ഇഞ്ച് അലോയ്സാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് മാറ്റിക്കൂടെ എന്ന് എല്ലാവരും പൊതുവെ ചോദിക്കുന്നതാണ്. പക്ഷേ അതേതായാലും മാറ്റിയിട്ടില്ല. എനിക്ക് C3യിലും ബസാൾട്ടിലും ഒക്കെ ആയിട്ട് തോന്നിയായിരുന്നു ഈ വണ്ടിയിൽ വേണമെങ്കിൽ മാറ്റാം, പക്ഷേ ഈ വണ്ടിക്ക് മാത്രമായിട്ട് അവർ മാറ്റില്ല. മാറ്റുകയാണെങ്കിൽ എല്ലാത്തിനും കൂടെ മാറ്റുള്ളൂ. ഈ യൂറോപ്യൻ സ്പെക്ക് C3യുടെ ഡിസൈനും വേണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഇവിടുത്തെ സെയിം പ്ലാറ്റ്ഫോമിൽ അവിടെ ഇലക്ട്രിക് C3 അവർ ഇറക്കുന്നുണ്ട്. അത് പക്ഷേ കുറച്ചുകൂടെ നല്ലൊരു മോഡേൺ ഡിസൈനാണ്. ഈ വണ്ടി പോലെ അല്ല, ഇതും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും മറ്റു കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇനി റിയർ ഡിസൈനിലേക്ക് വരുമ്പം ഇവിടെ പ്രത്യേകിച്ച് ഡിസൈനിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലും എയർക്രോസ് എക്സ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് പുതിയതാണ്. ഇത് പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഇത്തിരി സൈസ് കൂടിപ്പോയി. നേരത്തെ നോർമൽ നല്ല സൈസായിരുന്നു ഇതിന് മുന്നേ കൊടുത്തിരുന്നത്. ഇതിപ്പം MG ആദ്യം ഗ്ലോസ്റ്റർ ഇറക്കിയപ്പോൾ കൊടുത്ത പോലെ ബാക്ക് മൊത്തം അങ്ങോട്ട് വിരിഞ്ഞിരിക്കുന്ന പോലെ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് ആണെങ്കിലും ഇത്തിരി സൈസ് കൂടുതലാണ്, വേണമെങ്കിൽ കുറച്ച് ചെറുതാക്കായിരുന്നു. എനിവേ കുഴപ്പമില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേക്കും ഇഷ്ടംപോലെ മാറ്റങ്ങളാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് തന്നെ മൊത്തത്തിൽ മാറി. നേരത്തെ ഒരു ഇത്തിരി ഡേറ്റഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ലേഔട്ട് ആയിരുന്നു. നമ്മൾ ഏകദേശം C3യിലൊക്കെ കാണുന്ന അതേ സംഭവം തന്നെയായിരുന്നു, ഹാച്ച് ബാക്ക് മോഡൽ. പക്ഷേ ഇപ്പോൾ എന്തായാലും നല്ല വ്യത്യാസമുണ്ട്. അവർ ആക്ച്വലി C3X ഇറക്കിയ സമയത്ത് ഫീച്ചേഴ്സ് മാത്രമേ കൂട്ടിയുള്ളൂ. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടൊന്നും അധികം മാറ്റിയില്ല, ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബസാൾട്ടും എയർക്രോസിലേക്ക് വന്നപ്പോഴേക്കും നല്ല വ്യത്യാസമുണ്ട്. ആദ്യം തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ AC വെൻസിൻ്റെ ക്വാളിറ്റിയാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വണ്ടിയുടെ AC വെൻസിൻ്റെ ഫിനിഷിങ് ഭയങ്കര മോശമായിരുന്നു. നമ്മളിപ്പോൾ ഒന്ന് തൊടുകയാണെങ്കിലും ഒട്ടും സ്ഥലത്തിരിക്കാത്ത പോലെയും അതുപോലെ ഭയങ്കര ഫ്ലിംസി ആയിട്ടൊക്കെ തോന്നുമായിരുന്നു. അതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് നമുക്ക് ഡാഷ്ബോർഡിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, ബ്രൗൺ കളർ. ടോപ്പ് പോർഷനൊക്കെ ഇപ്പോഴും ഹാർഡ് ടച്ച് ആണ്, പക്ഷേ അതായത് കുഴപ്പമില്ല. AC വെൻസിൻ്റെ ഫിനിഷിംഗ് സെയിം ആണ്, അതായത് കൺട്രോൾസ് ഒക്കെ സെയിം ആണ്. ഫിനിഷിംഗ് മീൻസ് ലേഔട്ടല്ല. പിന്നെ നമ്മുടെ ഇൻഫോടൈം സിസ്റ്റം കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ അത് വെക്കുന്ന സ്ഥലത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് കുറച്ച് കൺട്രോൾസ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസം. പിന്നെ സീറ്റ്സിൻ്റെ കളർ തീം നിങ്ങൾക്ക് ഇവിടെ കാണാം. ബസാൾട്ടിൽ ഒരു ഇത്തിരി കൂടെ ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ കളറായിരുന്നു. ഈ വണ്ടിയിൽ പക്ഷേ ഇത്തിരി ഡാർക്ക് ബ്രൗൺ കളറാണ് അവർ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കാണാൻ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് പറയാം. പിന്നെ നമുക്ക് ലെതർ സീറ്റ്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും, ഈവൻ തേർഡ് റോ എടുക്കുകയാണെങ്കിൽ അവിടെയും കിട്ടുന്നത്. ഇനി ഇൻഫോടൈം സിസ്റ്റം നേരത്തെ പറഞ്ഞ പോലെ 10.1 ഇഞ്ചസിന് ഇൻഫോടൈം സിസ്റ്റം ആണ്. പക്ഷേ 360 ക്യാമറ ഇതിനകത്ത് നമുക്ക് ഓപ്ഷണലായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അകത്ത് ഇപ്പം മൊത്തത്തിൽ ക്ലാരിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത്തിരി ഡീസൻ്റ് ആണ്, പക്ഷേ സ്റ്റിൽ അവർ കൊടുക്കുന്നെങ്കിലും ഉണ്ട് എന്നുള്ളത് ഇപ്പം നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സംഭവം സൈസൊക്കെ 7 ഇഞ്ചേ ഉള്ളൂ. പക്ഷേ നേരത്തെ അവർ അതിനൊരു ഹൗസിങ് അല്ലെങ്കിൽ ഒരു കവറിങ് പോലെ പുറത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് ജസ്റ്റ് ഫ്രെയിംലെസ് ആയിട്ട് ഓർ വേറെ പ്രത്യേകിച്ച് കവറിങ് ഔട്ടർ ലെയർ ഒന്നും ഇല്ലാതെ അവിടെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിൽ അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാണുമ്പം ഒരു ഇത്തിരി സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്, മറ്റതുപോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട്. അതും നമുക്ക് ബസാൾട്ടിലും C3യിലും ഒക്കെ കാണാൻ പറ്റിയൊരു ചേഞ്ച് ആയിരുന്നു. സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സോഫ്റ്റ് ബട്ടൻ്റെ അകത്തായിട്ടാണ് അവർ ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് സ്പീഡ് ലിമിറ്ററും സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് നേരത്തെ ഇല്ലായിരുന്നു. അഗെയിൻ ഇതും C3 മുതൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. സീറ്റ്സ് പിന്നെ ഇവർ വെറുതെ ലെതർ സീറ്റ്സ് കൊടുത്തിരുന്ന് നമുക്ക് എല്ലാവർക്കും ചൂടെടുത്തേനെ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ സീറ്റ്സിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കളർ തീമും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഡ്യുവൽ ടോൺ കോമ്പിനേഷനാണ് പിടിച്ചിരിക്കുന്നത് പറയും. മോസ്റ്റ്ലി ബ്രൗൺ ആണ്, അതിൻ്റെ അകത്തൊരു വെള്ള സ്റ്റെപ്പ് ഉണ്ടെന്ന് മാത്രം. ഇനി കുറച്ച് രസമുള്ള സംഭവം പറയുകയാണെങ്കിൽ ഇതിനകത്ത് കാര എന്ന് പറഞ്ഞൊരു വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്, ഓർ AI അസിസ്റ്റൻ്റ് എന്നാണ് സെറ്റോൻ ഇതിനെ വിളിക്കുന്നത്. പക്ഷേ സംഭവം അത്യാവശ്യം നല്ലതാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യും. പിന്നെ പൊതുവേ ഈ ബാക്കി ആമസോൺ അലക്സ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ റെസ്പോൺസീവ് ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആരും ഡെയിലി ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ സ്റ്റിൽ ഇത് ബസാൾട്ടിലാണ് ആദ്യമായിട്ട് വന്നത്. അതിൻ്റെ അകത്ത് ആൾക്കാർ അത്യാവശ്യം നല്ല റെസ്പോൺസിവ്നെസ് ഒക്കെ എടുത്ത് പറഞ്ഞിരുന്നു. ഇനി കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, ബാക്കിൽ നമുക്ക് 2 Type-C ചാർജിംഗ് പോർട്ട്സ് വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണെന്നാണ് പറയുന്നത്, പക്ഷേ എത്ര വാട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഓട്ടോ ഡിമിങ് എയർ വ്യൂംസ് വന്നിട്ടുണ്ട്. ഒരു കാര്യം ആലോചിക്കണം, C3 ആദ്യം എന്തെങ്കിലും വരുമ്പോൾ അതിനകത്ത് മാനുവൽ ഡേ നൈറ്റ് എയർ വ്യൂംസ് പോലും ഇല്ലായിരുന്നു. അതിനുശേഷം അവർ പതുക്കെ മാനുവൽ ഡേ നൈറ്റ് കൊണ്ടുവന്നു. ഇപ്പോൾ എന്തായാലും ഓട്ടോ ഡിമിങ്ങും വണ്ടികളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി സേഫ്റ്റിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 6 എയർ ബാഗ്സ്, ABS, CBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. അതിന് പുറമെ കഴിഞ്ഞ ദിവസം ഭാരത് NCAP ക്രാഷ് ടെസ്റ്റിൽ ഈ വണ്ടിക്ക് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അഡൽസിന് കിട്ടിയായിരുന്നു. ചൈൽഡ് സേഫ്റ്റി ആണെങ്കിലും 4 സ്റ്റാർ ഉണ്ട്, അത് വലിയ കുഴപ്പമില്ല. ബസാൾട്ടിന് 4 സ്റ്റാർ ആയിരുന്നു ഭാരത് NCAPൽ, ഇതെന്തായാലും 5 സ്റ്റാർ ഉണ്ട്.
മെക്കാനിക്കലി ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. ഇത് ഇറങ്ങിയ സമയത്ത് നമുക്ക് 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. സിട്രോൻ്റെ പ്യുർടെക് 110 എന്ന് പറയുന്ന എഞ്ചിനാണ്. 110 PS പവറും 190 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് മാനുവലി ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതെടുക്കുകയാണെങ്കിൽ നമുക്ക് 205 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവൽ തന്നെയാണ് വരുന്നത് ടർബോ പെട്രോൾ. ആദ്യം ഇറക്കിയ സമയത്ത് എഞ്ചിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ബസാൾട്ട് ലോഞ്ചായി ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും അവർ ബസാൾട്ടിൽ കൊടുത്ത, അതായത് C3 ആദ്യം ഉണ്ടായിരുന്ന 1.2 പ്യുർടെക് 83 എന്ന് പറഞ്ഞൊരു എഞ്ചിൻ ഉണ്ടായിരുന്നു. അത് 83 PS പവറും അതുപോലെ 115 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും വരുന്ന ഒരു എഞ്ചിനാണ്. സെയിം എഞ്ചിൻ തന്നെ, ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് വെർഷൻ, അത്രേ ഉള്ളൂ. അതും ഈ വണ്ടിയിൽ അവർ കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അത്യാവശ്യം കുറച്ച് വയ്ക്കാൻ അവർക്ക് പറ്റിയായിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എക്സ് മോഡലാണെങ്കിലും നമുക്ക് ഈ ഒരു എഞ്ചിൻ അവൈലബിൾ ആണ്. അത് അധികം ആൾക്കാരും പ്രിഫറും ചെയ്യാറുണ്ടാവില്ല. ഇത്രയും വലിയ വണ്ടിയിൽ എഞ്ചിൻ ആകുമ്പോഴേക്കും എന്തായാലും പവറിൽ നല്ല പ്രശ്നം ഉണ്ടാവും. പക്ഷേ ജസ്റ്റ് പ്രൈസ് കുറച്ച് കാണിക്കാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്നതായിരിക്കും. അതും ടോപ്പ് എൻഡിലില്ല, ആകെപ്പാടെ താഴത്തെ 2 വേരിയൻസിൽ മാത്രമേ അത് വരുന്നുള്ളൂ. ഇനി പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഇവർ ആക്ച്വലി വണ്ടിയുടെ പ്രൈസ് മാറ്റിയിട്ടേ ഇല്ല. നേരത്തെയും 8.29 lakhs തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോഴും ആ പ്രൈസിൽ തന്നെയാണ് ഈ വണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം സെയിം വേരിയൻസ് ഒക്കെയാണ്. U+ Max എന്ന് പറഞ്ഞ 3 വേരിയൻസ്, 5 സീറ്റർ മോഡലും 7 സീറ്റർ മോഡലും അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പം ഇതിൻ്റെ 5 സീറ്റർ മോഡൽ നോക്കാം. അതും നമുക്ക് ടോപ്പ് എൻഡിൽ അവൈലബിൾ അല്ല. ഇതിപ്പോൾ 5 സീറ്റർ നോക്കുകയാണെങ്കിൽ മാക്സിമം 9.77 lakhs വരെ എക്സ്ട്രാ പ്രൈസ് പോകുന്നത്. അതും 5 സീറ്റർ നമുക്ക് 1.2 NL മാത്രമാണ് ആക്ച്വലി 5 സീറ്റർ കിട്ടുന്നത്. ബാക്കി 7 സീറ്റർ മോഡൽസ് ആയിട്ടാണ് ടർബോ പെട്രോൾ മോഡൽസ് എല്ലാം തന്നെ വരുന്നത്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ വെച്ചിട്ട് 5 സീറ്റർ മോഡലും മിഡിൽ വേരിയൻറ്റിലൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതെടുത്ത് കളഞ്ഞു. അധികം ആൾക്കാർ എടുക്കാത്തതുകൊണ്ടായിരിക്കും. ഇനി 7 സീറ്റർ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11.37 lakhs ആണ് എക്സ്ഷോറൂം. മാക്സിമം 12.34 lakhs വരെ പോകുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല പ്രൈസാണ് മാനുവൽ മോഡൽ നോക്കുന്ന സമയത്ത്. കാരണം 12.34 lakhs നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഞാൻ അതിൻ്റെ പുറമെ നിങ്ങൾ 25,000 രൂപ അടുത്തുനിന്ന് കൊടുക്കുകയാണെങ്കിൽ 360 ക്യാമറയും കിട്ടും. അതുകൊണ്ട് എല്ലാം കൂടെ എടുക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് ചിലവ് വരുന്നില്ല. ഇനി ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ അതും ആകെ ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. 13.49 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അതായത് ഒരു 15.5 to 16 lakhs താഴത്താണ് ഈ വണ്ടിയുടെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇവർ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. നേരത്തെ ഇത്തരം പ്രൈസ് ഇല്ലായിരുന്നു. അതായത് ഫീച്ചേഴ്സ് കൂട്ടി പ്രൈസ് കുറയ്ക്കുകയാണ് സിട്രോൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. ഇതിലിപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ടോപ്പ് എൻഡ് ക്രെറ്റയൊക്കെ ഹ്യുണ്ടായി വെക്കുന്നത് പോലെ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ടോപ്പ് ഓഫ് ദ ലൈൻ ലോഡഡ് ആയിട്ടുള്ളൊരു മോഡലും ഇറക്കുക. അപ്പോൾ ആൾക്കാർ ഈ വേരിയൻറ്റ് വാങ്ങിച്ചോളും. കാരണം ഈ കിട്ടുന്ന പ്രൈസിൽ നമുക്ക് ക്രെറ്റയുടെ ബേസ് മോഡലായിരിക്കും കിട്ടുന്നത്. അത് എഞ്ചിനിലാണ് വരുന്നത്. മാത്രമല്ല വളരെ ബേസിക് ആയിട്ടുള്ള വണ്ടിയാണ്. ഈവൻ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് പോലും കിട്ടുന്നില്ല. അത്രയും ദയനീയമായ അവസ്ഥയിലുള്ളൊരു വണ്ടിയിൽ നിന്ന് എന്തുകൊണ്ടും ബെറ്ററാണ് ഇതിൻ്റെ മാനുവൽ മോഡൽ ബേസിക് വേരിയൻറ്റിൽ എടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ടോപ്പ് എൻഡ് ഇവിടെ വെച്ചങ്ങ് തീരുന്നുണ്ട്. ആൾക്കാർ ചിലപ്പോൾ ഇതിന്ന് എടുക്കാൻ മടിക്കും. പിന്നെ സിട്രോന് പൊതുവേ ഇവിടെ ഒരു ഇത്തിരി പിടുത്തം കുറവാണ് ആൾക്കാരുടെ ഇടയിൽ. എന്തൊക്കെ ചെയ്താലും വണ്ടികളൊന്നും ആരും വാങ്ങുന്നില്ല. ഈവൻ ബസാൾട്ടിൻ്റെ എക്സ് ഇറക്കിയിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, ഈ മാസത്തെ സെയിൽസ് ലിസ്റ്റ് വരുമ്പോൾ അറിയാം. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ എയർക്രോസ് എക്സിൻ്റെ വീഡിയോ. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.